ഡിപ്രഷന്റെ ട്രീറ്റ്മെന്റിന് വരുന്ന ചില പേഷ്യൻസ് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്, മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ കൂടുതൽ ബുദ്ധിമുട്ടാണ് അവർക്ക് ഉണ്ടാവുന്നത് എന്നുള്ളത്, ഒരു ഡിസ്ട്രെസ് ആണ് ഫീൽ ചെയ്യുന്നുള്ളത്. ഇത് ശരിയാണ്. മെന്റൽ ഹെൽത്ത് കെയറിൽ മെഡിറ്റേഷൻ ഒരു എഫക്റ്റീവ് ടൂൾ ആണെങ്കിൽ കൂടി ഡിപ്രഷൻ ഉള്ളവർ മൈൻഡ്ഫുൾ മെഡിറ്റേഷൻ ഒക്കെ പോലെയുള്ളത് പ്രാക്ടീസ് ചെയ്യുമ്പോൾ കുറച്ച് ശ്രദ്ധിക്കണം. കാരണം ഒറ്റയ്ക്കിരുന്ന് നമ്മളിത് പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഒരു പക്ഷെ നമുക്ക് താങ്ങാനാവാത്ത രീതിയിലുള്ള ഒരു ഇമോഷണൽ ഫ്ലഡിങ് ഒക്കെ അനുഭവപ്പെടാം, പ്രത്യേകിച്ച് ഒരു ഇമോഷണൽ സപ്രഷന്റെ ഹിസ്റ്ററി ഒക്കെ ഉള്ള ആളുകൾക്ക്. ലോൺലിനെസ് അനുഭവിക്കുന്നവരാണെങ്കിൽ ഒരു പക്ഷെ ആ ലോൺലി ഫീലിംഗ് അധികമായിട്ട് ഫീൽ ചെയ്യാം ആ ഒരു സമയത്ത്. അതുപോലെ തന്നെ നെഗറ്റീവ് തോട്ട്സിലേക്ക് നമ്മുടെ ശ്രദ്ധ കൂടുതൽ പോവാനും ചാൻസ് ഉണ്ട്. ഇതൊക്കെ നമ്മളെ കൂടുതൽ ഡിപ്രസ്ഡ് ആക്കുകയാണ് ചെയ്യാം. ശരിയായ രീതിയിലല്ല നമ്മൾ മെഡിറ്റേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള കുറച്ച് ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഒരു മോഡറേറ്റ് ടു സിവിയർ ഡിപ്രഷൻ ഉള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള മെഡിറ്റേഷൻ ഒരു ഡോക്ടറുടെയോ തെറാപ്പിസ്റ്റിന്റെയോ സഹായത്തോടെ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും ബെറ്റർ.